ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടും വളരെ സോഫ്റ്റായിട്ടും ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മാർബിൾ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ചേർക്കാനായിട്ട്, തണുത്ത മുട്ട ചേർക്കരുത്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ പൗഡറാണ്. അപ്പോൾ ആ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1/2 കപ്പ് അളവിൽ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. 1/4 കപ്പ് അളവിൽ മുഴുവൻ പഞ്ചസാര എടുക്കരുത്. ഇത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. 3 മിനിറ്റ് കൊണ്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ വൈറ്റ് കളറിലേക്ക് ഒന്ന് മാറും കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ മിക്സ് ഒന്ന് തിക്കായി കിട്ടും. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ മണമില്ലാത്ത എണ്ണ വേണം ചേർക്കാനായിട്ട്. ഇതിന് പകരം നമുക്കിതിലേക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണയും കൂടി 1/4 കപ്പ് അളവിൽ എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സ്പീഡൊന്ന് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ പശുവിൻ പാലും കൂടി. റൂം ടെമ്പറേച്ചറിലുള്ള പശുവിൻ പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പാലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടിയാണ്. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ഒരു 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെറുതായിട്ട് കുറച്ചായിട്ട് മാത്രം നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് ഒരു സൈഡ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കട്ടയൊന്നുമില്ലാതെ. കുറച്ചായിട്ട് ഇതുപോലെ മാവ് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, കട്ടയൊന്നുമില്ലാതെ. ഇപ്പോൾ നമ്മുടെ മാർബിൾ കേക്കിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. മാർബിൾ കേക്ക് ആയതിൻ്റെ പേരിൽ തന്നെ ഇനി നമുക്കിതിൻ്റെ ബ്ലാക്ക് പാർട്ടും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 1/4 ഭാഗത്തോളം മാവ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് അരിപ്പയിലൂടെ വേണം കേട്ടോ ഇതൊന്ന് അരിച്ച് ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ കൊക്കോ പൗഡറിൻ്റെ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർക്കാം. തണുത്ത പാൽ ചേർക്കരുത്. ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്പീഡിന് മിക്സ് ചെയ്യരുത്, പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് കട്ടയൊന്നും ഇല്ലാതെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റൗണ്ടിലുള്ളൊരു കേക്ക് ടിന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനിടയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചുറ്റിലായിട്ട് ബട്ടർ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് പൊട്ടി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ വൈറ്റ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കൊക്കോ മിക്സും കൂടെ കുറച്ചായിട്ട് ഒഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വൈറ്റ് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കൊക്കോ മിക്സ് ഇതിന് മുകളിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി വേണ്ടത് ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള നമ്മുടെ വൈറ്റ് മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ചുള്ള കൊക്കോ മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ എല്ലാം കൂടി സ്റ്റിക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മാർബിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് ടിന്നിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനുള്ളിലുള്ള ഒരു ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് മുമ്പ് തന്നെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ കടായി ഒന്ന് ബേക്ക് ചെയ്ത് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം നല്ലതുപോലെ തന്നെ കുറച്ച് വെച്ചിട്ട് ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതല്ല നമ്മളിതിപ്പോൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ്.
ഇതിപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് എല്ലാം നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് ഇങ്ങനെ വെച്ചിരിക്കരുത്, ഇതോടെ തന്നെ നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ്. ലൈറ്റായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് രുചികരമായിട്ടുള്ള മാർബിൾ കേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ മാർബിൾ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ മാർബിൾ കേക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ മാർബിൾ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് കടയിൽ നിന്നും പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ കേക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.